ആധാരശക്തി നമഃ പൂർണ്ണപ്രകൃതേ നമഃ ആദിപൂർവായ നമഃ അനന്തായ നമഃ മഹാഗണപതേ നമഃ മഹാഗണപതേ നമഃ ഗണാനാം ത്വാ ഗണപതി ഭവാകവീകവീനാം ഉപസമസ്തം ജ്യേഷ്ഠരാജ്യം ബ്രഹ്മണസ്മൃതം ശ്രീഗണേശ്വര പ്രീത്യർത്ഥേ ഗണപതി ഭവാങ്കവീങ്കവീനാം ഉപസമസ്തം ഓം ഗംഗണപതേ നമഃ ഗംഗണപതേ നമഃ ഗംഗണപതേ നമഃ. അവരവരുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന ദുരിതങ്ങളും ദുരിതങ്ങളൊക്കെ നീക്കി എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും നൽകുമാറാകണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ വിഘ്നങ്ങളെയും തീർത്ത് അനുഗ്രഹിക്കുമാറാകണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള തൊഴിൽകാര്യങ്ങൾ, ധനകാര്യങ്ങൾ, വിദ്യാകാര്യകർമാദികൾ, എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളിൽ നിന്നും വിഘ്നങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നൊക്കെ ഈശ്വര ഭഗവാൻ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ഒഴിഞ്ഞ് ആ കലശത്തിലേക്ക് ഇട്ടു. അഹമിദ്യാദ്യം ജുഹോമി ത്വം ന പ്രസീദ പ്രസീദ ശ്രേച്ഛ പ്രേച്ഛ പ്രേച്ഛ സ്വാഹാ. ഓം ശാന്തി ശാന്തി. ത്വദീയാമിന്ദ്രിയാണി മനോപത്രം സപ്തജിഹ്വാഃ ത്വയി വിഷയായതി സമിതോ ജുഹോമി. അഹമിദ്യാദ്യം ജുഹോമി ത്വം ന പ്രസീദ പ്രസീദ ശ്രേച്ഛ പ്രേച്ഛ പ്രേച്ഛ സ്വാഹാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. അഗ്നേതപതേജസദ്ബ്രാഹ്മണസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി. തുദീയാമിന്ദ്രിയാണി മനോപുത്ര സപ്തജിഹ്വാഃ ത്വയി വിഷയാ ഇതി സമിതോ ജുഹോമി. അഹമിദ്യാദ്യം ജുഹോമി ത്വം ന പ്രസീദ പ്രസീദ. ഹരി ഓം. അഗ്നേതപതേജസദ്ബ്രാഹ്മണസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി. തുദീയാമിന്ദ്രിയാണി മനോപുത്ര സപ്തജിഹ്വാഃ ത്വയി വിഷയാ ഇതി സമിതോ ജുഹോമി. അഹമിദ്യാദ്യം ജുഹോമി ത്വം ന പ്രസീദ പ്രസീദ ശ്രേച്ഛ പ്രേച്ഛ പ്രേച്ഛ സ്വാഹാ. ഓം ശാന്തി ശാന്തി ശാന്തി
ഹരി ഓം അഗ്നേതവതേജസദ്ബ്രാഹ്മണസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി തുദീയാ ഇന്ദ്രിയാണി മനോപുത്ര സപ്തജിഹ്വാഃ ത്വയി വിഷയാ ഇതി സമിതോ ജുഹോമി ആഹമിദ്യാഞ്ജം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേച്ഛ പ്രേച്ഛ പ്രേച്ഛ സ്വാഹ ഓം ശാന്തി 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 ഹരി ഓം അഗ്നേതവതേജസദ്ബ്രാഹ്മണസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി തുദീയാ ഇന്ദ്രിയാണി മനോപുത്ര സപ്തജിഹ്വാഃ ത്വയി വിഷയാ ഇതി സമിതോ ജുഹോമി ആഹമിദ്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേച്ഛ പ്രേച്ഛ പ്രേച്ഛ സ്വാഹ ഓം ശാന്തി ശാന്തി ശാന്തി. ഐശ്വര്യപുരുഷം സർവാനുഗ്രഹസ്മിതായ മഹാഗണപതി പൂജാം ഒരു കൈ തന്നെ ഇരുന്നത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് ആ ധനധാന്യ സമ്പർക്കം തരണം. മഹാഗണപതി ഭഗവാനെ വിഷ്ണു എല്ലാ ദിവസവും അനുഗ്രഹിക്കുമാറാകണമേ. നമ്മുടെ തൊഴിൽപരമായിട്ടുള്ളത്, വിദ്യാപരമായിട്ടുള്ള, ധനപരമായിട്ടോ ധാന്യപരമായിട്ടോ കൃഷിപരമായിട്ടോ ഒക്കെ വന്നിട്ടുള്ള എല്ലാ ദുരിതങ്ങളിൽ നിന്നും ദോഷവശങ്ങളിൽ നിന്നും മുക്തി തന്ന് അനുഗ്രഹിക്കുമാറാകണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് ധനധാന്യ സമ്പർക്കം തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് വിഘ്നേശ്വരനെ ഉണ്ടാകും. ഓം മഹാഗണപതേ നമഃ മഹാഗണപതേ നമഃ മഹാഗണപതേ നമഃ. ഓം വീര്യഗണപതേ നമഃ വിജയഗണപതേ നമഃ വിദ്യാഗണപതേ നമഃ ധനഗണപതേ നമഃ ധാന്യഗണപതേ നമഃ മന്ത്രഗണപതേ നമഃ വേദഗണപതേ നമഃ ജ്ഞാനഗണപതേ നമഃ ശക്തിഗണപതേ നമഃ സർവഗണപതേ നമഃ സർവാത്മഗണപതേ നമഃ സർവശക്തിഗണപതേ നമഃ. ഓം മഹാഗണപതേ നമഃ മഹാഗണപതേ നമഃ മഹാഗണപതേ നമഃ. എന്നിലും എന്റെ കുടുംബത്തിലും സ്ഥലത്തും സ്ഥാനത്തും സന്താനങ്ങളിലും ശാഖാതിർത്തിയിലും ജംഗമവസ്തുക്കളിലും ബാധിച്ചു നിൽക്കുന്നതായ ദുരിതകലകള് താപദുരിതാദികള് വിഷാംശങ്ങള് ഭയങ്ങള് മാരണങ്ങള് ദോഷങ്ങള് അഖില അഖിലതും നീക്കി മഹാഗണപതി ഭഗവാൻ ഹരം വരുവാൻ മഹാഗണപതി ഹവനപൂജ ആർത്തികരക്ഷേ നമഃ സർവദോഷ നിവാരണാർത്ഥം കാലാദി ദോഷ നിവാരണാർത്ഥം ശാന്ത്യർത്ഥം മഹാഗണപതി ഹവനപൂജ ആർത്തികരക്ഷേ നമഃ. കുടുംബത്തിലുള്ള എല്ലാവരുടെയും അവരിൽ നിൽക്കുന്നതോ അവരുടെ കുടുംബത്തിൽ നിൽക്കുന്നതോ സ്ഥലപരമായിട്ട് നിൽക്കുന്നതോ ദുരിതങ്ങളെല്ലാം നീക്കി വിഘ്നേശ്വര ഭഗവാൻ അനുഗ്രഹിക്കുമാറാകണമെന്ന് പറയുന്നു. കാലാദുരിതങ്ങളെല്ലാം ദിവസം അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ അറിവും വിവേകവും വിജ്ഞാനവും പ്രദാനം ചെയ്ത് ധനധാന്യ സമ്പത്ത് മുറിചേരണമേ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ച് അതിലേക്ക് തന്നെ വീഴണം കേട്ടോ. പുറത്തോട്ട് വീഴണം.
അത് ഔഷധ ഗുണമേറിയതാണ്. നമ്മുടെ ഉദര സംബന്ധമായ വ്യായാമം കുറ്റി എന്ന് പറയുന്നത് ലന്തങ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് മാല കെട്ടി ഭഗവാന് ചാർത്തുകയോ അല്ല മാല കൊണ്ട് ഹോമം കഴിപ്പിക്കുകയോ ഒക്കെ ചെയ്തതിനടുത്ത് ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഫലം കൂടുതലാണെന്ന് പറയണം. ശരിക്കും മനസ്സിരുത്തി പ്രാർത്ഥിച്ചു നോക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ 8 രൂപ നെയ്യ് ഹോമിച്ച് കഴിയുമ്പോഴത്തേക്ക് 8ാമത്തേതിൽ നിങ്ങൾ സമർപ്പിക്കണം കേട്ടോ. ഓം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകലത്താമോജംഗുവശാസ്ത്രായ സ്വഹ. ഓം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകലത്താമോജംഗുവശാസ്ത്രായ സ്വഹ. ഓം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകലത്താമോജംഗുവശാസ്ത്രായ സ്വഹ. ഓം യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകലത്താമോജംഗുവശാസ്ത്രായ സ്വഹ. ഓം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകലത്താമോജംഗുവശാസ്ത്രായ സ്വഹ. ഓം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകലത്താമോജംഗുവശാസ്ത്രായ സ്വഹ. ഓം യോഗിനി യോഗിനി യോഗേശ്വരി ഓം ശ്രീ നമ. ഓം ശ്രീം ക്ലീം നമ. ഓം ശ്രീം ക്ലീം ക്ലീം നമ. ഓം ശ്രീം ക്ലീം ക്ലീം ലൗം നമ. ഓം ശ്രീം ക്ലീം ക്ലീനായ സത്വജനവശമാനായ നമ. ഓം ശ്രീ ക്ലീം ക്ലീം ക്ലൗം ഗംഗനം ദേഗണതേ മഹാഗണപതേ വരവരദായ സർവജനവശമാനായ സ്വാഹ. ഓം മഹാഗണപതേ സ്വാഹ. ഓം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകലത്താമോജംഗുവശാസ്ത്രായ സ്വാഹ. ഓം വക്രതുണ്ട മഹാകായം തത്വകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായ. വക്രതുണ്ട മഹാകായം സൂര്യകോടി സമപ്രഭം നിർവിഘ്നഹരം ദേവം വന്ദേഹം ഗണനായകം. പ്രാർത്ഥിച്ചിട്ട് മുകളിൽ എല്ലാവരെയും സങ്കല്പിച്ച് വേണം അതിലേക്ക് കിട്ടില്ല. അത് ഉദ്ദിഷ്ട കാര്യത്തിന് എന്നാണ് പിന്നെ ചെത്തി 4 വലിച്ചുകൊണ്ടുള്ള 4 കോടി കൂട്ടി 25 ഭഗവാൻ കഴിച്ചു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യ കൂടുതലാണ്. കാര്യമുണ്ടാകണം.
സർവശക്തി ഗണപതിയെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരു പിടി കൊടുത്താൽ മതി. ഒരു പിടി നേട്ടാ അതിട്ടിട്ട് ഒരു പിടി എടുത്തു കേട്ടോ. ഗണപതി വാങ്കീനാം സമസ്തമം ഏകരാജ്യം ബ്രഹ്മണസ്മൃതം ശ്രീ ഗണേശ്വര പ്രീത്യർത്ഥേ അർത്ഥദ്രവ്യ സമേതായ മഹാഗണപതി ഭവനപൂജ ആർത്തികലക്ഷ്യ നമഃ. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. പ്രാവശ്യം ഒഴിഞ്ഞിട്ട് എല്ലാ ബുദ്ധികളെയും കുഞ്ഞുങ്ങളെയും ധരിക്കുന്ന ഭഗവാൻ ഞങ്ങളുടെ കുടുംബത്തിന് സർവ്വവിധാനത്തിലും സമ്പർക്കത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ ഭഗവാനെ Gracias.